ഭക്ഷ്യവസ്തുക്കളിലെ മായം കണ്ടെത്തുന്ന രീതികളെക്കുറിച്ചും വിശദീകരിക്കുന്ന ചില വീഡിയോകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിൽ നിന്നും നാം നിത്യം ഉപയോഗിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളിലെ മായം കണ്ടെത്തണമെന്ന ലക്ഷ്യവുമായി ഞങ്ങൾ ഈ പ്രൊജക്ട് ചെയ്യാനായി തീരുമാനിച്ചു. നിത്യജീവിതത്തിൽ നാം ഉപയോഗപ്പെടുത്തുന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ ഗുണനിലവാരവും ശുദ്ധതയും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന്, ലഭ്യമായ സൂചനകൾ ഉപയോഗിച്ച് ഭക്ഷണപദാർത്ഥങ്ങളിലെ മായത്തിന്റെ തോത് കണ്ടെത്തുന്നതിന്, നാം നിത്യം ഉപയോഗിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളിലെ മായം കണ്ടെത്തുന്നതിന്, ഭക്ഷണപദാർത്ഥങ്ങളിൽ മായം ചേർക്കപ്പെടുന്നുണ്ടെന്നും അവ വിവിധങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നതിന് തുടങ്ങിയവയാണ് ഈ പ്രൊജക്ടിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. പ്രസ്തുത പ്രൊജക്ടിന്റെ പഠന രീതികൾ ചോദ്യാവലി, സർവേ, പരീക്ഷണം, നിരീക്ഷണം, വിവരവിനിമയ സാങ്കേതിക വിദ്യ തുടങ്ങിയവയാണ്. ഭക്ഷ്യവസ്തുക്കളിലെ മായം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രൊജക്ടിനായി ആദ്യമായി ഞങ്ങൾ തിരഞ്ഞെടുത്ത പഠന രീതി ചോദ്യാവലിയാണ്. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസറായ ശ്രീമതി നിഷ മാഡവുമായി അഭിമുഖം നടത്താനായി 15 ചോദ്യങ്ങളടങ്ങുന്ന ചോദ്യാവലിയാണ് ഞങ്ങൾ തയ്യാറാക്കിയത്. തുടർന്ന് കൽപ്പറ്റയിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ അഭിമുഖത്തിനായി എത്തിച്ചേർന്നു. പ്രസ്തുത അഭിമുഖത്തിൽ നിന്നും ഭക്ഷണപദാർത്ഥങ്ങളിൽ മായം ചേർക്കപ്പെടുന്നുണ്ടെന്നും കീടനാശിനികൾ, പ്രിസർവേറ്റീവുകൾ, കൃത്രിമതകൾ തുടങ്ങിയവയാണ് ഇത്തരത്തിലുള്ള മായങ്ങളിൽ കണ്ടുവരുന്ന പൊതുഘടകങ്ങളെന്നും ഞങ്ങൾ മനസ്സിലാക്കി. ഈ സമയത്ത് നിഷ മാഡം ഞങ്ങൾക്കായി ഭക്ഷ്യ സംരംഭകർക്കായുള്ള കൈപ്പുസ്തകം പരിചയപ്പെടുത്തുകയുണ്ടായി. പ്രസ്തുത പുസ്തകത്തിൽ ഭക്ഷണപദാർത്ഥങ്ങൾ വിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭക്ഷണപദാർത്ഥങ്ങളുടെ പാക്കറ്റിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ, മായം കലർന്നതോ പഴകിയതോ ആയ ഭക്ഷണപദാർത്ഥങ്ങൾ വിറ്റാൽ അവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളും വ്യക്തമായി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സർവേ. അടുത്തതായി ഞങ്ങൾ തിരഞ്ഞെടുത്ത പഠന രീതി സർവേയാണ്. എത്ര പേർ കടയിൽ നിന്നുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുവെന്നും എത്ര പേർ വീട്ടിൽ തന്നെയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുവെന്നും അറിയാനായി 25 വീടുകളിൽ സർവേ നടത്തി. മായം കണ്ടെത്താനായി തിരഞ്ഞെടുത്തത് 15 വസ്തുക്കളാണ്. ഇവ ഉൾപ്പെടുന്ന സർവേ ഫോർമാറ്റും ഇതിനായി ഉപയോഗപ്പെടുത്തി. അടുത്തതായി ഞങ്ങൾ തിരഞ്ഞെടുത്ത പഠന രീതി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ്. ഇതിനായി 15 വസ്തുക്കളാണ് തിരഞ്ഞെടുത്തത്. അവ പ്രധാനമായും ചായപ്പൊടി, കാപ്പിപ്പൊടി, മുളകുപൊടി, ആട്ടപ്പൊടി, ഉപ്പുപൊടി, പപ്പടം തുടങ്ങിയവയാണ്. ഇത്തരത്തിലെ 15 വസ്തുക്കളിലെ പരീക്ഷണങ്ങൾ നടത്തി നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തി. ഈ പ്രൊജക്ടിന്റെ കൂടുതൽ വിവരശേഖരണത്തിനായി ലൈബ്രറി പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങൾ, റഫറൻസ് എന്നിവയും ഉപയോഗപ്പെടുത്തി. ഭക്ഷണപദാർത്ഥങ്ങളിൽ മായം ചേർക്കുന്നത് ബോധപൂർവ്വം നടത്തുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിൽ വരുത്തുന്ന വ്യതിയാനത്തെ സൂചിപ്പിക്കുന്നു. സാമ്പത്തിക നേട്ടത്തിനായി ഭക്ഷ്യ ഉത്പന്നങ്ങളിലെ വ്യത്യസ്ത ഗുണങ്ങളെ പരിഷ്കരിക്കാനുള്ള ചേരുവകൾ ചേർക്കുന്നതും ഇതിൽ ഉൾപ്പെടും. നിറം, രൂപം, രുചി, ഭാരം, അളവ്, ഷെൽഫ് ലൈഫ് എന്നിവ അത്തരം ഭക്ഷണ ഗുണങ്ങളാണ്. പ്രത്യക്ഷമായ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ പോഷക ഉള്ളടക്കത്തിന് പകരം വയ്ക്കലും സാധ്യമാണ്. സ്പീഷീസുകൾ, പ്രോട്ടീൻ ഉള്ളടക്കം, കൊഴുപ്പ് അല്ലെങ്കിൽ സസ്യചേരുവകൾ ഉപയോഗിച്ച് പകരം വയ്ക്കുന്നതിന് ഭക്ഷണത്തിന് പകരമുള്ള പ്രധാന രൂപങ്ങളാണ്. ഭക്ഷണത്തിന്റെ ഉദ്ഭവത്തെ തെറ്റായ രീതിയിൽ പ്രതിനിധീകരിക്കുന്നത് ഭക്ഷണത്തിന്റെ മാർക്കറ്റ് ഡിമാൻഡ്സ് വർദ്ധിപ്പിക്കുന്നതിന് പലപ്പോഴും പ്രയോഗിക്കാറുണ്ട്. മനുഷ്യ ശരീരത്തിലെ ദ്രുതഗതിയിലുള്ള പ്രഭാവം ഉറപ്പാക്കാൻ ഓർഗാനിക് സിന്തറ്റിക് സംയുക്തങ്ങൾ ചേർക്കുന്നു. ഭക്ഷണപദാർത്ഥങ്ങളിൽ മായം ചേർക്കപ്പെടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉളവാക്കുകയും സാമ്പത്തിക നഷ്ടത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഈ പ്രൊജക്ടിന്റെ തുടർ പ്രവർത്തനമായി ക്ലാസ് മുറികളിലും സയൻസ് ക്ലബിലും അയൽക്കൂട്ടങ്ങളിലും ബോധവൽക്കരണം നടത്തി. താങ്ക് യു.